Hi dears, welcome back to my channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിംഗ് സ്നാക്കുമായിട്ടാണ്. കാബേജ് പക്കോടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. കാബേജ് ബജി എന്നും പറയാറുണ്ട്. നല്ല ചൂട് ചായയോടെ കഴിക്കാൻ ബെസ്റ്റാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഞാനൊരു ചെറിയ ക്യാബേജ് കനം കുറച്ചരിഞ്ഞതും ഒരു 2 സബോള കനം കുറച്ചരിഞ്ഞതുമാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജിന്റെ ഓരോ ഇതളും എടുത്ത് നന്നായി വെള്ളത്തിൽ കഴുകി എടുത്തതാണ്. ഇനി കുറച്ച് മുളക് കുഞ്ഞതായി അരിഞ്ഞത്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത്. ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് സബോളയും ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് സബോളയും ക്യാബേജും കൂടെ നന്നായി ഒന്ന് ഞെരടി എടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വരും. നമ്മൾ വെള്ളം ചേർത്തല്ല ഇത് കുഴച്ചെടുക്കുന്നത്. കുറച്ച് ടൈം എടുത്ത് നമുക്ക് നന്നായി ഞെരടി എടുക്കാം. ചിലർ ക്യാബേജ് മാത്രമേ പക്കോടയ്ക്ക് എടുക്കാറുള്ളൂ, പക്ഷേ സബോളയും കൂടെ ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ നന്നായി ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. എനിക്കും ഇളയ 2 മക്കൾക്കും വടക്കകത്തോ ബജിക്കകത്തൊക്കെ മുളക് കടിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇവിടെ നിർബന്ധമായതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കുന്നതാണ്. നമുക്കിനി പൊടികൾ ഓരോന്നിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാബേജും സബോളയും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഞെരടുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കായപ്പൊടിയാണ്. ബജിക്കൊക്കെ നിർബന്ധമായിട്ടും കായപ്പൊടി ഇടേണ്ടതാണ്. കായപ്പൊടി ഇട്ടില്ലെങ്കിൽ അത് ബജിയാവില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ക്യാബേജ് ഉള്ളിയൊക്കെ. ഇപ്പൊ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു നനവ് മതി പൊടികൾ കുഴച്ചെടുക്കാൻ വേണ്ടി. ഞാൻ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുവാണ്. ഇടിയപ്പപ്പൊടിയോ പുട്ടുപൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നന്നായി മൊരിഞ്ഞു വരാനാണ് അരിപ്പൊടി ഇടുന്നത്. ഇനി ഞാൻ കടലമാവാണ് ഇടുന്നത്. അതിന് പ്രത്യേകിച്ച് കണക്ക് പറയാൻ പറ്റില്ല. എന്നാലും 3-4 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം സബോളയിലൊക്കെയുള്ള നനവ് മാറുന്നിടം വരെയാണ് നമ്മൾ ഇളക്കിയെടുക്കേണ്ടത്. കടലമാവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ചെറിയൊരു കയ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് സബോളയും ക്യാബേജും ഒക്കെ ഒന്ന് ഒട്ടിയിരിക്കത്തക്ക രീതിയിലുള്ള പൊടി ഇട്ടാൽ മതി. നമ്മൾ എണ്ണയിലിടുമ്പോൾ വിട്ടു പോവരുത്, അതാണ് അതിന്റെ പാകം. ഞാൻ ഇളക്കി നോക്കിയിട്ട് കുറച്ച് പൊടിയുടെയും കൂടെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ കറക്റ്റായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വയ്ക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടാണ് ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഒരു വശമായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ എല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. നമ്മളിപ്പോൾ മൊത്തം വറുത്ത് കഴിഞ്ഞു. 4 മണിക്കൊക്കെ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇങ്ങനെ ഓരോ റെസിപ്പീസൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ മക്കൾക്ക് വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ മക്കൾ പറയുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രൈ ചെയ്യാറുണ്ട്. ഇതുവരെ അവർ കുറ്റമൊന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.